Hi friends, Assalamu alaikum. Welcome to my YouTube channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷ് ആട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നു. ഇന്നത് ഒരു ഫിഷ് ബിരിയാണിയാണേ. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് വേണ്ട ഫിഷ് ഞാൻ ഇവിടെ കഴുകി ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചോളൂ, കാരണം ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയിലേക്കുള്ള ഉള്ളിയൊക്കെ വാട്ടാൻ പോണത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസായിട്ടുള്ള മീനിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇവിടെ അതിൻ്റെ മുന്നായിട്ട് സബോള, കറിവേപ്പില, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സബോള 2-3 സബോള ഉണ്ട്, പിന്നെ ഒരു 3-4 പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ഇടാം. ഞാൻ പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനുണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ അരച്ച് വെച്ചിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് ഫിഷ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫിഷ് പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏതാ മീനെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ മീനൊക്കെ പൊരിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പണി കിട്ടി. മീൻ ആ ചട്ടിയിൽ പൊരിച്ചത് മൊത്തം അടിയിൽ പറ്റി പോയിട്ട് മൊത്തം പൊടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഏതായാലും ചട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി മറന്നിട്ടുണ്ടായിരുന്നു, ഉള്ളി പൊരിക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചട്ടി മാറ്റിയിട്ട് അതേ ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചിരിക്കണേ. അപ്പോൾ ഞാൻ ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി തന്നെ എടുത്തിട്ടുള്ളൂ. നമുക്ക് ബിരിയാണീൻ്റെ മേലെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ അണ്ടിയും കിസ്മിസും കൂടി നമുക്ക് പൊരിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂ നട്ട് എടുത്ത് പൊരിച്ചിട്ടില്ല, അണ്ടി എടുത്ത് പൊരിച്ചിട്ടില്ല, ആകെ കിസ്മിസ് മാത്രമേ പൊരിച്ചിട്ടുള്ളൂ. അപ്പം കിസ്മിസും സബോള ഇതാ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതേ സെയിം എണ്ണയിലേക്ക് ഞാൻ വീണ്ടും ബാക്കിയുള്ള മീനും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിലേക്ക് മാറ്റിയപ്പോൾ മീൻ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. ഒട്ടിപ്പിടിക്കണമെന്നില്ല, അതാ കണ്ടില്ല, നല്ല പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സബോളയും ഒക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്തൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതിൽ കണ്ടു കഴിഞ്ഞാൽ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം വെച്ചു, എത്ര ഗ്ലാസ്സാണോ വയ്ക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ നെയ്ച്ചോറിലേക്ക്. അപ്പോൾ അത് തിളക്കട്ടെ, അപ്പോഴേക്ക് നമുക്ക് മീനും പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മീൻ മൊത്തം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മീൻ പൊരിച്ച അതേ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് സബോള വഴറ്റാടാം. അപ്പോൾ ഞാനിതിലേക്ക് സബോള, പച്ചമുളക്, കരിവേപ്പില ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചിട്ടിട്ട് വഴറ്റാണ്. അപ്പോൾ എനിക്ക് ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചില വീഡിയോസ് കട്ടായി പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ, എന്നിട്ട് കാണിക്കേ. അപ്പോൾ സബോള ഒന്ന് ജസ്റ്റ് ഒന്ന് വേണ്ടി വന്നപ്പോൾ ഞാനിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചതയ്ക്കാം, പക്ഷേ ഞാൻ ചതച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സബോള നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട്, പച്ചമുളകും കറിവേപ്പിലൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 3-4 തക്കാളി വലിയൊരു നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തക്കാളി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ കേട്ടോ. അത് ഇടുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ചുവന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ, അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ട് ഇത് കുറച്ചുള്ളൂ, നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10-12 എണ്ണമൊക്കെ എടുത്തിട്ട് അരിയാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളിയും വഴറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇടണമെന്നൊന്നും കാണിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിലും ഒക്കെ ആണ്. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ എന്തൊക്കെ പൊടികളാണ് ഇട്ടാന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ പൊടികൾ ഇട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഇട്ടത് എന്തൊക്കെയാണെന്നറിയോ, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ഫിഷ് മസാല, അതായത് ആ മേലെ കിടക്കുന്ന ചുവപ്പ് കളറിലല്ലേ, അത് കുറച്ച് ഫിഷ് മസാല, പിന്നെ നമ്മുടെ പെരുംജീരകം, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇട്ടത് കേട്ടോ. മുളക് പൊടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിന് പകരം ഫിഷ് മസാല ഇട്ട. ഫിഷ് മസാല ഇടണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചിടാം. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേറൊരു സാധനം ഇട്ട് കൊടുക്കാം. എന്താണെന്നറിയോ ഒഴിച്ച് കൊടുക്കുന്നത്, നമ്മുടെ ചെറുനാരങ്ങൻ്റെ നീര്. ഇതൊരു ചെറുനാരങ്ങൻ്റെ നീര് മൊത്തമായിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പിഴിഞ്ഞ് കുരു കളഞ്ഞിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിൽ 2 സാധനങ്ങളാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്തിട്ട് മസാലയിൽ.
ചുവന്നുള്ളിയും പിന്നെ നമ്മുടെ എന്താ പറയുക ചെറുനാരങ്ങൻ്റെ നീരും. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുനാരങ്ങൻ്റെ നീരിന് പകരം ചിക്കൻ ബിരിയാണിയിലൊക്കെ നമ്മൾ തൈര ഒഴിക്കാറ്, പക്ഷേ ഫിഷിൽ നമുക്ക് എന്താ പറയുക ചെറുനാരങ്ങൻ്റെ നീര് ഒഴിക്കുമ്പോഴാട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതാ ഞാനിനി പൊരിച്ച് വെച്ച മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട, കാരണം ചില മീനുകൾ പൊടിഞ്ഞു പോകും. എൻ്റെ ഈ മീനും പെട്ടെന്ന് പൊടിയുന്നതായതുകൊണ്ട് ഞാൻ ഒന്ന് ഇളക്കിയപ്പോൾ തന്നെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിയുള്ള മീനാണെങ്കിൽ അത്ര പെട്ടെന്ന് പൊടിയില്ല. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. അപ്പോൾ ഇതാ ഞാൻ ദമ്മിടാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, കുറച്ച് വലിയൊരു പാത്രം വെച്ചു. ഇനി ഇതിലേക്ക് മസാല ഫുള്ളായിട്ട് ഞാൻ അടിയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല മൊത്തമായിട്ട് അടിയിലിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ആ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ചോറ് ലെയറായതെന്ന് പറഞ്ഞാൽ കുറച്ച് ചോറിടുക, അതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ എന്താ പറയുക നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടി കിസ്മിസിലി അതൊക്കെ ഇട്ട് കൊടുക്കുക. വീണ്ടും ചോറിടുക, വീണ്ടും കുറച്ച് ഗരം മസാലയും ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ചോറിൽ വല്ല നെയ്യ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും ഈ ചോറിൻ്റെ കൂടെ അത് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ എന്താ റൈസ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം, മൊത്തം റൈസ് ഇട്ടായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ റൈസ് മൊത്തമായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഞാൻ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കിസ്മിസും അണ്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അണ്ടി ഇതിൽ പൊരിക്കാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല, ബാക്കിയുള്ള എല്ലാം അത് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ഹൈ സ്പീഡിലൊരു 5 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിൽ വെക്കുമ്പോൾ നന്നായിട്ട് എന്താ പറയുക ഒന്ന് സ്മെല്ലൊക്കെ പുറത്തേക്ക് വരും. ഒരു ദമ്മ് നന്നായിട്ട് കറക്റ്റ് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റും. എന്നിട്ട് പിന്നെ ഒരു എന്താ പറയുക 10 മിനിറ്റ് സിമ്മിൽ വെച്ച് കൊടുക്കുക, സിം സ്പീഡിലാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം മാത്രം നമ്മളിത് ഓപ്പൺ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ദമ്മിൽ വെച്ചതിൻ്റെ ഇടയിൽ ഞാനിത് അവിടെ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് പച്ചമുളകും ഉള്ളി മാത്രം ഇട്ട് ഞാൻ തൈരാണ് ഉണ്ടാക്കിയത്. ശരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ ചമ്മന്തി കേട്ടോ കോമ്പിനേഷൻ അടിപൊളി. ഞാൻ പക്ഷേ ഇവിടെ തൈരാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മ് ഇതാ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. നല്ല അടിപൊളി ചൂടാണ് കേട്ടോ. ക്യാമറയിലേക്ക് എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു ഇതുകൊണ്ട് കണ്ടോ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം കാണിക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് ഫുൾ സ്പീഡ്, പിന്നെ ഒരു 10 മിനിറ്റ് ലോ സ്പീഡ്. ശരിക്കും ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അടി പിടിക്കണം എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. കുറച്ച് അടി പിടിച്ചാൽ ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് വരുള്ളൂ എന്നാണ് അവിടെ വല്യമ്മ ഉമ്മയൊക്കെ പറയാറ് കേട്ടോ വീട്ടിൽ. അപ്പോൾ എന്തായാലും ഞാനിത് ദമ്മ് പൊട്ടിക്കണം. അപ്പോൾ പൊട്ടിക്കുമ്പോൾ എന്താ എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സൈഡിൽ നിന്ന് ഈ വൈറ്റ് കളർ റൈസ് എടുക്കുക. അപ്പോൾ അടിയിലേക്ക് കണ്ടോ യെല്ലോ കളർ റൈസ് വരും. കാങ്ങുന്നില്ല അല്ലേ, യെല്ലോ കളറൊന്നും കാങ്ങുന്നില്ല ഈ പോകൊണ്ട്. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ യെല്ലോ കളർ റൈസും കൂടി ഞാൻ അതിൽ എടുത്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ വൈറ്റ് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ബിരിയാണിയിൽ വേറെ കളറുകളൊന്നും ചേർക്കേണ്ട. ചിലവർ യെല്ലോ കളറും പിന്നെ പൈനാപ്പിൾ എസൻസും ഒക്കെ ചേർക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു യെല്ലോ കളർ ആയത് നമ്മൾ ഇട്ട മഞ്ഞൾപ്പൊടിൻ്റെ യെല്ലോ കളർ തന്നെ അതിലേക്ക് വരും. അപ്പോൾ ഞാനത് ഫുള്ള് എടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് എടുത്ത് ഇപ്പോൾ നമ്മൾ മസാല മാത്രം ബാക്കിയുണ്ട്. അതിൽ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഈ ചോറുകളും കൂടി ഇങ്ങനെ കുറച്ച് വരെ എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് മടിയാണ് ഇങ്ങനെ ഈ ചോറുകൾ എടുക്കാൻ. അതുകൊണ്ട് ഞാൻ ഈ മസാലയിൽ തന്നെ ഈ ചോറും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കാറാണ്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. മസാലയിൽ കുറച്ച് ചോറും കൂടി ഉണ്ടാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കിട്ടുന്ന അത്ര നമ്മൾ ചോറ് അതൊന്ന് എടുത്ത് കൊടുക്കുക, റൈസ് എടുക്കുക. ബാക്കിയുള്ള മസാല നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, വിളമ്പാം, കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചുവന്നുള്ളി ഇടാൻ മറക്കരുത്. അത് ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.